ഓക്കെ. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തിയറി വെച്ച് രണ്ട് പ്രോബ്ലം നോക്കാം. ഓക്കെ. അപ്പോൾ പ്രോബ്ലത്തിൽ എങ്ങനെയാ വെച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഫോളോയിങ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് ബൈ ടേക്കൺ അറ്റ് 10 meter intervals. എത്ര ഓഫ്സെറ്റാണ്? 1 2 3 4 5 6 7 8 9 ഓഫ്സെറ്റ്സ് ആണ്. അപ്പോൾ എത്ര ഇൻ്റർവലാണ്? ഇൻ ബിറ്റ്വീൻ ഇൻ്റർവൽസ് എന്തായിരിക്കും? 8. ഓക്കെ. Calculate the area enclosed between the survey line, irregular boundary line and the first and last offsets. ഏതൊക്കെ റൂൾ വെച്ചാൽ? ഓർഡിനേറ്റ്, ട്രപ്പിസോയിഡൽ, സിംപ്സൺസ്. അപ്പോൾ ആവറേജ് ഓർഡിനേറ്റ് റൂൾ എന്താ? ഏരിയ is equal to L by N plus 1 sigma O. ഓക്കെ. അപ്പോൾ N നമ്പർ ഓഫ് ഡിവിഷൻസ് 8 ആണ്. അതായത് നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻ്റർവൽസ്. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് 9 ആണ്. അപ്പോൾ 9 minus 1 ആണ് നമ്പർ ഓഫ് ഇൻ്റർവൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻസ്. ഓക്കെ. ദെൻ ലെങ്ത് ഓഫ് ദ ബേസ് n into d. d 10 തന്നിട്ടുണ്ട്. n നമ്പർ ഓഫ് ഇൻ്റർവൽസ് 8 ആണ്. അപ്പോൾ സിഗ്മ O ചെയ്തു. ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 47.75. then you got the answer. ഓക്കെ. അടുത്ത ട്രപ്പിസോയിഡൽ റൂൾ എന്തായിരുന്നു? ആവറേജ് ഓഫ് ദി ഓർഡിനേറ്റ്സ്, എൻഡ് ഓർഡിനേറ്റ്സ്. അപ്പോൾ O ഏതാ എൻഡ് ഓർഡിനേറ്റ്സ്? 3.25 5.65. അപ്പോൾ അതാണ് 3.65 3.25 plus 5.65/2. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബാക്കിയെല്ലാം ആഡ് ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ ഓർഡിനേറ്റ്സും ആഡ് ചെയ്യുക ഇൻറ്റു ഡി. ഓക്കെ. അങ്ങനെ ചെയ്യും. അടുത്ത സിംപ്സൺസ് റൂൾ എന്താ പറയുന്നത്? സിംപ്സൺസ് റൂൾ d/3 ഇൻറ്റു സം ഓഫ് ദി എൻഡ് ഓർഡിനേറ്റ്സ്. ഓക്കെ. plus 4 times even ordinates plus 2 times odd ordinate. ഓക്കെ. അപ്പോൾ 4 times, അപ്പോൾ നമ്മളിവിടെ നോക്കൂ, ഇതാ നമ്മുടെ എൻഡ് ഓർഡിനേറ്റ്സ് ഏതാ? 3.25 5.65. അപ്പോൾ നമുക്കിവിടെ O0 plus ON 3.25 plus 5.65. പിന്നെന്താ? 4 times ഈവൻ ഓർഡിനേറ്റ്സ്. ഓക്കെ. അപ്പോൾ ഏതാ ഈവൻ ഓർഡിനേറ്റ്സ്? ഇത് ഈവൻ ഓർഡിനേറ്റ് ആണ്. അത് സെക്കൻഡ് വൺ. ഓക്കെ. സെക്കൻഡ് റീഡിങ്. അപ്പോൾ സെക്കൻഡ് റീഡിങ് ഈവൻ ഓർഡിനേറ്റ് ആണ്. ഇത് ഈവൻ ഓർഡിനേറ്റ് ആണ്. ഇത് ഈവൻ ഓർഡിനേറ്റ് ആണ്. ഇത് ഈവൻ ഓർഡിനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കൂ. 5.6 plus 6.65 6.2 plus 4.20 plus 2 times odd ordinates. odd ordinates ഏതൊക്കെ നോക്കുക നമുക്ക്. ഈ odd ordinate ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് വേണ്ട. ഇത് ഈവൻ ആണ്. പിന്നെ ഓഡ്, ഇത് ഓഡാണ്. അപ്പോൾ ഇതെടുത്തു. ഇത് ഓഡാണ്. ഇത് ഓഡാണ്. ഇത് ഓഡാണ്. ഓക്കെ. അപ്പോൾ ആ മൂന്ന് വാല്യൂസ് 4.2 8.75 3.4 അത് ആഡ് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല യു ഗെറ്റ് ദ ആൻസർ. ഓക്കെ. അതുപോലെ അടുത്ത് നോക്കുക എന്താണ്? എ സീരീസ് ഓഫ് ഓഫ്സെറ്റ്സ് വൈ ടേക്കൺ ഫ്രം എ ചെയിൻ ലൈൻ ബൗണ്ടറി. എത്രയാ? ഡി തന്നിട്ടുള്ളത് 15 meter ഇന്റർവൽ ആണ്. എത്ര ഓർഡിനേറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. ഒരു സിംപ്സൺസ് റൂളിന് ഒരു കണ്ടീഷൻ ഉണ്ട്. സിംപ്സൺസ് റൂളിന് മാത്രം. സിംപ്സൺസ് റൂൾ എപ്പോഴാണ് എടുക്കാൻ പറ്റുക? വെൻ ദി നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡ് ആണെങ്കിൽ. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡ് ആണെങ്കിൽ മാത്രമാണ് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഈവൻ ആണ്. അപ്പോൾ നോക്കൂ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. വീണ്ടും ആവറേജ് ഓർഡിനേറ്റ്, ട്രപ്പിസോയിഡൽ റൂൾ, സിംപ്സൺസ് റൂൾ. അപ്പോൾ ആവറേജ് ഓർഡിനേറ്റ് ഒരു വ്യത്യാസമില്ല. സിഗ്മ O ഇൻറ്റു L by N plus 1. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് 8 ആയതുകൊണ്ട് നമ്പർ ഓഫ് ഡിവിഷൻ 7 ആണ്. ഓക്കെ. നമ്മൾ പഴയ പോലെ തന്നെ ആവറേജ് ഓർഡിനേറ്റ് ചെയ്തു. അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ട്രപ്പിസോയിഡൽ ചെയ്തു. അതിലും വ്യത്യാസമൊന്നുമില്ല. O0 plus ON/2 plus O1 plus O2 plus etc. ON minus 1D. അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ആണ് നമ്മൾ സിംപ്സൺസ് റൂൾ. സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ it will be seen that Simpson's rule is not applicable directly. എന്തുകൊണ്ടാ? നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഈവൻ ആയ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 to 7 ഓർഡിനേറ്റ്സ് വരെ നമ്മൾ സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് 7ഉം 8ഉം ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ നോക്കൂ 1 to 7. അപ്പോൾ 1 to 7 എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റീഡിങ്സ്? 1 2 3 4 5 6 7 ഇതുവരെ ഒരു സെറ്റ് ഇട്ട് നമ്മൾ സിംപ്സൺസ് റൂൾ അപ്ലൈ വെച്ച് ചെയ്തു. അപ്പോൾ 0 plus 4.95.
കണ്ടോ 0 പ്ലസ് 4.95 പിന്നെ 4 ടൈംസ് ഈവൻ ഓർഡിനേറ്റ്സ് 4 ടൈംസ് ഓഡ് ഓർഡിനേറ്റ്സ് വെച്ചിട്ട് പഴയ പോലെ തന്നെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഇതാണ് ആ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദ ലാസ്റ്റ് ട്രപ്പിസോഡ് ഓക്കെ. ആ ലാസ്റ്റ് വാല്യൂസ് എന്താണ്, വീണ്ടും ഒരു ഏരിയ കിട്ടണ്ടേ, ഏരിയ കിട്ടണമെങ്കിൽ ഇത് രണ്ടുമാണ് ലാസ്റ്റ് ഓർഡിനേറ്റ്സ് ആയിരിക്കണ്ടേ. അപ്പോൾ 4.95 5.85. അപ്പം നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മുടെ ഫോർമുലയിൽ. എന്താ ട്രപ്പിസോയിഡിനുള്ള ഫോർമുല? ലാസ്റ്റ് ഓർഡിനേറ്റ്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പ്ലസ് സം ഓഫ് ദി അതർ ഓർഡിനേറ്റ്സ്. അവിടെ അതർ ഓർഡിനേറ്റ്സ് ഇല്ല, അതുകൊണ്ടാണ് 4.95 പ്ലസ് 5.85 ഇൻറ്റു d/2 ചെയ്യുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ.